ഹലോ ഫ്രണ്ട്സ്, കുറച്ച് നാളായില്ലേ കണ്ടിട്ട്. ഞാൻ ഈ അടുത്ത് പോയ ഗോവ ട്രിപ്പിൻ്റെ കുറച്ച് വിശേഷങ്ങൾ കേട്ടാലോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ ട്രെയിനിലാണ് പോയത്. തൃശ്ശൂരിൽ നിന്നാണ് ട്രെയിൻ കയറിയത്. ഈ ട്രിപ്പിൻ്റെ കംപ്ലീറ്റ് ഐറ്റിനറി സെറ്റ് ചെയ്ത് ഞാനാണെന്നുള്ള അഹങ്കാരം എൻ്റെ മുഖത്ത് തീരെയില്ല. ട്രിപ്പ് പോയി വന്നിട്ട് 2 ദിവസമായെങ്കിലും വീഡിയോ എഡിറ്റ് ചെയ്യാൻ തീരെ മടിയില്ലാത്തതുകൊണ്ടാണ് ഇന്ന് ഞാനിത് പോസ്റ്റ് ചെയ്യുന്നത്. പണ്ടൊക്കെ ട്രിപ്പ് പോകുമ്പോൾ സൈറ്റ് വിസിറ്റിംഗ് ഭയങ്കര കുറവായിരിക്കും. റൂമിൽ പോവുക, അവിടെയുള്ള 4-5 സ്പോട്ടിൽ പോയിട്ട് ഫുഡ് അടിക്കുക, തിരിച്ചു വരിക. ഇതായിരിക്കും ഞങ്ങളുടെ മെയിൻ ഐറ്റിനറി വരുന്നത്. പക്ഷേ ഇപ്രാവശ്യം 2 ഭാര്യമാർ കൂടുതലായതുകൊണ്ട് തന്നെ ഞാൻ കറക്റ്റായിട്ടുള്ളൊരു ഐറ്റിനറി സെറ്റ് ചെയ്തിട്ടാണ് പോയത്. പ്ലാൻ ചെയ്ത പോലെ ഫുള്ള് സ്ഥലങ്ങൾ കണ്ടില്ലെങ്കിലും ഫസ്റ്റ് ഡേയും സെക്കൻഡ് ഡേയും ഞങ്ങൾ മാക്സിമം എല്ലായിടത്തും പോയി അത്യാവശ്യം കറങ്ങി വയ്യാണ്ടായിട്ടാണ് റൂമിലെത്തിയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ എവിടെ ട്രിപ്പ് പോയാലും മെയിനായിട്ട് നോക്കുന്നത് അവിടുത്തെ വെറൈറ്റി ഫുഡ്സ് കിട്ടുന്ന സ്പോട്ടുകളാണ്. അങ്ങനെ ഞങ്ങളൊരു 3-4-5 സ്ഥലത്തേക്ക് പോയി. 2-3 ഫ്ലോപ്പ് ആയിരുന്നെങ്കിലും ബാക്കിയൊക്കെ അടിപൊളിയായിരുന്നു. കറക്റ്റ് എല്ലാ ഫുഡ് സ്പോട്ടുകളുടെ പേര് ഇപ്പം എനിക്ക് ഓർമ്മയില്ല. ഓർമ്മ വരുന്നത് ഞാനിവിടെ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾ ഗോവ പോകുന്നുണ്ടെങ്കിൽ അവിടുന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റമാണ് ഗോവൻ താലി. അത് അടിപൊളിയാണ്. മുമ്പ് ഗോവൻ ട്രിപ്പ് അടിച്ചിട്ടുള്ള 2-3 ഫ്രണ്ട്സിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഫാറ്റ് ഫിഷിലാണ് അവിടുത്തെ ഏറ്റവും അടിപൊളി ഫിഷ് താലി കിട്ടാന്നാണ് അവർ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത്. ഫാറ്റ് ഫിഷ് അടക്കം 3 സ്ഥലത്തു നിന്നാണ് ഞങ്ങൾ ഫിഷ് താലി കഴിച്ചത്. ഞങ്ങളുടെ എല്ലാവരും ഫേവറേറ്റ് ആയിട്ട് മാറിയത് വിനായക റെസ്റ്റോറൻറ്റിലെ ഫിഷ് താലി ആയിരുന്നു. അവിടുത്തെ ബട്ടർ ഗാർലിക് പ്രോൺസും ക്രാബും എല്ലാതും അടിപൊളിയായിരുന്നു. അത്യാവശ്യം നല്ല തിരക്കും ഉണ്ടായിരുന്നു. അതിൻ്റെ ഒന്നും വീഡിയോസ് എൻ്റെ കയ്യിലില്ല. നല്ല നല്ല സ്പോട്ടുകൾ എത്തുമ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു. ഫുഡ് കഴിക്കണേലായിരിക്കും മിക്കതും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുക. മഴക്കാലമായതുകൊണ്ട് മിക്ക വാട്ടർ റൈഡുകളെല്ലാം ക്ലോസ്ഡ് ആയിരുന്നു. കടലേക്ക് ഇറങ്ങാനുള്ള പെർമിഷനും ഉണ്ടായിരുന്നില്ല. എന്നാലും മാക്സിമം ഞങ്ങൾ ആ 4 ദിവസം അടിച്ചു പൊളിച്ചിട്ടുണ്ട്. പോയ എല്ലാ സ്ഥലത്തിൻ്റെ വീഡിയോസ് ഒന്നും ഇല്ല, അതുകൊണ്ട് ഒരുപാട് വിശേഷങ്ങളൊന്നും പറയാൻ നിൽക്കുന്നില്ല. നിങ്ങൾ ഗോവ പോകുന്നുണ്ടെങ്കിൽ ഇതുപോലെ നല്ലൊരു ഐറ്റിനറി സെറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ മാക്സിമം എല്ലാ സ്ഥലവും കവർ ചെയ്തിട്ട് വരാം.